രാമമന്ദിരത്തെ സംബന്ധിച്ച് വിവാദം വന്നിരിക്കുന്നല്ലോ. അത് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല ആസൂത്രിത നീക്കമാണോ? കാലം തെളിയിക്കട്ടെ. വ്യക്തമായി അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടണം. അത് ആരായാലും കൊള്ളാം. സാമ്പത്തിക ക്രമക്കേടോ തട്ടിപ്പോ സ്വർണമോഷണമോ ഇങ്ങനെ ആരോപിക്കപ്പെട്ട സംഗതികൾ നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അതിന് സത്യസന്ധമായി അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ശ്രീരാം മന്ദിർ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവരൊക്കെ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ആര് കുറ്റാരോപിതരായോ അവർ സ്ഥാനത്തിൽ കടിച്ചു തൂങ്ങാതെ ഒഴിഞ്ഞു മാറുകയാണ്. കാരണം സ്ഥാനത്തിൽ ഇരുന്നും കൊണ്ട് എന്തെങ്കിലും സ്വാധീനം ചെയ്തു എന്ന് നാളെ വരാതിരിക്കാൻ സത്യസന്ധമായി വസ്തുനിഷ്ഠമായ അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നുള്ള നിലയ്ക്കാണ് സ്ഥാനമൊഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ആഗോളതലത്തിൽ രണ്ട് സംഗതികളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഒരു ഭാഗത്ത് ഭാരതം എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ലോകത്തിൻ്റെ നേതൃനിരയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരത മഹിമ ഉയർന്നു പോവുകയാണ്. അതാണ് ഒരു ഭാഗം. മറ്റൊരു ഭാഗം, ഒരു പ്രകാരത്തിലും ഭാരതത്തിൻ്റെ ഉയർച്ച അനുവദിക്കരുത് എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായി സാമ്പത്തികമായി പല പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലേറ്റവും ഖേദകരമായിട്ടുള്ളത്, നമ്മുടെ രാഷ്ട്രത്തിലെ സങ്കുചിത രാഷ്ട്രീയ വീക്ഷണമുള്ളവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ നെറേറ്റീവ്സ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. ഏതെല്ലാം രീതിയിലാണ് വരുന്നത്? ഭാരതത്തിലെ രാഷ്ട്രീയ സംവിധാനം ശരിയല്ല. ആരാ പറയുന്നേ? ഇത് പറയാൻ അധികാരമില്ലാത്തവരാണ്. ഏതെല്ലാം രീതിയിൽ ഭാരതത്തെ തകർക്കാമോ, ഇന്നത്തെ ഉയർച്ച ഇല്ലെന്ന് കാണിക്കാമോ, ആ രീതിയിൽ ബൗദ്ധികമായിട്ട് ഇവിടെയുള്ളതെല്ലാം സ്വത്വം നഷ്ടപ്പെട്ടതാണെന്ന് കാണിക്കാനുള്ള പ്രചരണങ്ങൾ, അഥവാ സ്വത്വമില്ലാത്തതാണെന്ന് കാണിക്കാനുള്ള പ്രചരണങ്ങൾ, ഇത് ആഗോളതലത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവരുടെ ഏജൻറ്റുമാർ വളരെയധികം പ്രവർത്തനം നടത്തുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം. ഈ അടുത്ത് നമ്മൾ 400-ലധികം ശവങ്ങൾ, അതായത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ധർമ്മസ്ഥലയിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, ഞാനാണ് കുഴിച്ചിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരികയും അതോടുകൂടി ഒന്നായി ഒരു പ്രീ പ്ലാൻഡ് സ്ക്രിപ്റ്റിനനുസരിച്ച്, ആദ്യം തയ്യാറാക്കിയ സ്ക്രിപ്റ്റിനനുസരിച്ച് ഒന്നായി മാധ്യമങ്ങൾ ഇറങ്ങി ബഹളം കൂട്ടുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ വാർത്തയായിരുന്നു അത്. അല്ലാതെ ഭാരതത്തിൻ്റെ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ മീഡിയയിൽ മാത്രമല്ല വാർത്ത വന്നത്, ലോകം മുഴുവൻ ശ്രദ്ധ പറ്റിയത്. അവസാനം അന്വേഷിച്ചപ്പോഴോ ഒരു തലയോടുമില്ല, ഒന്നുമില്ല. അപ്പോൾ വാർത്തകൾ, പത്രക്കാരുമില്ല, മാധ്യമക്കാരിൽ ഒന്നുമില്ല, അതെവിടെ ഇല്ലാണ്ടായി. അതേ സമയത്ത് സാധാരണഗതിയിൽ ക്രിസ്ത്യൻ പള്ളിയിൽ ശവങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാറില്ല. പക്ഷെ സന്ദർഭവശാൽ ഒരു കുടുംബക്കല്ലറ കണ്ണൂർ ജില്ലയിൽ തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ട് പ്ലാസ്റ്റിക് കവറിൽ കിടക്കണം. ഈ അവയവക്കടത്ത് ഇത്രമാത്രം വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ, അവയവ കച്ചവട മാഫിയ ഇത്രയ്ക്കധികം വളർന്ന സാഹചര്യത്തിൽ എന്ത് അന്വേഷണം നടന്നത്? എന്ത് വാർത്തകളാണ് വന്നത്? ഏത് മീഡിയ അത് ഏറ്റെടുത്തത്? എല്ലാ കലറകളും പൊക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിച്ചതാ. കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ പള്ളികളുടെ എല്ലാ ശവക്കല്ലറകളും പൊക്കി പരിശോധിക്കണം എന്നാരെങ്കിലും ആവശ്യപ്പെട്ടോ? പൊക്കിയാൽ എന്തൊക്കെ കാണും? ഒന്ന് പൊക്കിയപ്പോൾ ഒന്ന് കണ്ടത് അടക്കിയ ശവമുണ്ട്, അല്ലാതെ ഒന്ന് പ്ലാസ്റ്റിക്കിൽ കെട്ടിയിട്ടുണ്ട്. പല ഒച്ചപ്പാടും ഉണ്ടായോ? ചിന്തിക്കേണ്ടതാണ്. ഇവിടുത്തെ സമൂഹം ചിന്തിക്കണം.